നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും മോശമായ രാഷ്ട്രീയ വിലപേശൽ. അധികാരം തേടി ആത്മാഭിമാനം വിൽപ്പനയ്ക്ക് വെച്ച സമയം. ഒരു നേതാവിനായി രണ്ട് മുന്നണികൾ തലകുനിച്ചു. കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും താഴ്ന്ന ഘട്ടമോ ഇത്? അധികാരത്തിന് വേണ്ടി നടന്നത് രാഷ്ട്രീയമല്ല, നാണം കെട്ട വിലപേശൽ. രാഷ്ട്രീയ വിലപേശലിന് ഭൂമി പണയമിട്ടു. ജോസ് കെ മാണിയെ പിടിച്ചിരുത്താൻ നൽകിയ തലസ്ഥാനത്തെ 25 സെന്റ് കണ്ണായ ഭൂമി ജനങ്ങളുടെ നികുതിപ്പണം. വാതിൽ തുറന്നിട്ട് കാത്തിരിപ്പ് കോൺഗ്രസ് ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ആന്തരിക എതിർപ്പുകൾ കൊണ്ട് പാർട്ടിയിലെ ജോസ് കെ മാണിയുടെ ശബ്ദം മങ്ങിയെങ്കിലും CPM ഡീലിന് മുന്നിൽ കേരള കോൺഗ്രസ് മൗനത്തിലായി. ഇനി അടുത്ത വിലപേശൽ നാളുകൾ. കേരള കോൺഗ്രസ് എന്താവശ്യപ്പെട്ടാലും CPM നൽകും. ജീവൻ മരണ പോരാട്ടത്തിൽ CPM ഡീൽ ഉറപ്പിക്കുമ്പോൾ കോൺഗ്രസ് മൗനത്തിലാണ്. യാത്രകൾ കഴിഞ്ഞാൽ എല്ലാം മാറുമെന്ന പ്രതീക്ഷയിൽ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ജോസിനെ മെരുക്കിയ CPM ഡീൽ ഇനി മറികടക്കാൻ കോൺഗ്രസിനാകും. തെരഞ്ഞെടുപ്പിന് മുൻപ് LDFിൽ നിന്ന് UDFിൽ എത്തുവാനുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നീക്കത്തിന് തടയിട്ടത് CPMന്റെ കൃത്യസമയത്തെ ഇടപെടലാണ്. ഏറ്റവും ഒടുവിൽ KM മാണി സ്മാരകത്തിനായി തലസ്ഥാനത്ത് 25 സെന്റ് ഭൂമി നൽകിയതുവഴി അവസാന വാതിലും അടയ്ക്കുകയായിരുന്നു CPM ചെയ്തത്. പൊടുന്നനെയുള്ള തീരുമാനങ്ങൾ. അതേപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനും മറ്റ് 2 MLAമാരും ഒരേ പക്ഷത്ത് അണിനിരുന്നതോടെ ജോസ് കെ മാണിക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതായി. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മറ്റൊരു നിലപാടിനും ശ്രമിച്ചതുമില്ല. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. CPMന്റെ ഈ ഡീൽ മറികടക്കാൻ കോൺഗ്രസിന് ഇനി കഴിയുമോ? ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ MS വേണുഗോപാൽ, കോൺഗ്രസ് നേതാവ് ശ്രീ തൗഫീഖ് രാജൻ എന്നിവർ ചേരുകയാണ്. ഒപ്പം ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലും. ശ്രീ ജേക്കബ് ജോർജ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മഞ്ജുഷ പറയുന്നത് പോലെ, കണക്കാക്കുന്നത് പോലെ ഇത് അവർ തമ്മിലുള്ള ഒരു കൈവിട്ട കളിയൊന്നും ആയിരുന്നില്ല. കാരണം ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ, ഡോക്ടർ N ജയരാജ്, ഈ 3 പേരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതാണ് അതിനകത്തെ വസ്തുത. എനിക്ക് കുറേ കാലമായിട്ട് മാണി ഗ്രൂപ്പുമായിട്ട് നല്ല പരിചയമുണ്ട്, അടുപ്പമുണ്ട്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനും താഴത്തെ ലെയറിലുള്ള 1-2 പേർക്കൊക്കെ താല്പര്യമുണ്ട്. കുറച്ചും കൂടെ സ്ഥാനം വേണം, സ്ഥാനമാനങ്ങൾ വേണം എന്നൊക്കെയുള്ള താല്പര്യം. അവരാണ് കോൺഗ്രസുമായിട്ട് ചില ബന്ധങ്ങളും പാലങ്ങളും ഒക്കെ ഇടാൻ നോക്കിയത്. പക്ഷെ അത് പരാജയപ്പെട്ടു. കാരണം നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഐക്യത്തോടു കൂടിയുള്ള ഒരു പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ജോസ് കെ മാണി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതൊക്കെ നമ്മളൊക്കെ വ്യാഖ്യാനിക്കുകയല്ലാതെ. ഡീലുകൾ നടക്കുമ്പോൾ എന്തായാലും ചെയർമാൻ പറയുന്ന പതിവ് കേരള കോൺഗ്രസിന് ഇല്ലാതിരിക്കുകയുള്ളൂ ആ സമയത്ത്. പിന്നെ അത് മാത്രമല്ല, ഒരു ദിവസം ഞങ്ങൾ ഒരിടത്തേക്കും ഇല്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം നിലപാട് മാറ്റുവാനും കേരള കോൺഗ്രസിന് മടിയില്ല. മുൻപ് അങ്ങനെയായിരുന്നു. ഇപ്പോഴും 5 വർഷമല്ലേ ആയുള്ളൂ ഒരു മുന്നണി വിട്ടിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മാറിയിട്ട്. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, അതിൻ്റെ നേതാക്കളുടെ നേതൃത്വത്തിൻ്റെ ക്രെഡിബിലിറ്റി, ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുക. കേരള കോൺഗ്രസിന് അതൊരു പ്രശ്നമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴതിൻ്റെ ആവശ്യം എന്താ? ഞാൻ കാണുന്നത് വളരെ സംതൃപ്തമായ ഒരു കേരള കോൺഗ്രസിനെയാണ്. ഇടതുമുന്നണിയിൽ ദേ ആർ വെരി ഹാപ്പി. അതിൻ്റെ ലീഡർഷിപ്പ്, നേതൃത്വം. കാരണം ഇടതുപക്ഷ മുന്നണിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഒരു സ്പേസ് ഉണ്ട്, മറ്റിടത്ത് ആ സ്പേസ് ഇല്ല. ആ സ്പേസ് അവരുണ്ടാക്കാൻ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കണം. ആ ഒരു നിരന്തരമുള്ള പോരാട്ടമാണ് UDFിൻ്റെ അകത്ത് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ ഇത് സ്പേസ് ഉണ്ട് എങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്നുള്ള സംശയം. അതുകൊണ്ടാണല്ലോ മുന്നണി മാറാൻ പോകുന്നത്. ഓരോ തവണയും അതാണ് കേരള കോൺഗ്രസിന്റെ പ്രശ്നം. അല്ല, ഓരോ തവണയും അങ്ങനെ ജയിക്കാൻ വേണ്ടി മുന്നേ മാറുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് പാർട്ടി ഇല്ലാതാവും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ജേക്കബ് സാർ പറയുന്നത് ഇതിനകത്ത് ഒന്നും ഒരു കാര്യവും നടന്നിട്ടില്ല. താഴെ തട്ടിലുള്ള കുറച്ച് നേതാക്കളുടെ ആഗ്രഹം മാത്രമായിരുന്നു. എന്തിനാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അന്ന് തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പ്രമോദ് നാരായണൻ അങ്ങനെ ഇടുന്നു. അതിനുശേഷം ഇത് വലിയ ചർച്ചാ വിഷയമായി മാറുന്നു. എന്തെങ്കിലും ഒരു സ്പാർക്ക് ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ വരികയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വലിയ ചർച്ച, മാധ്യമങ്ങളിൽ ചർച്ച, ടെലിവിഷൻ ചർച്ച,
അതേപോലെ നമ്മളൊക്കെ ചർച്ച നടത്താൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി. അത് കഴിഞ്ഞിട്ട് ആ ചർച്ച തുടങ്ങി, ആ ചർച്ച ഒരു വലിയ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർ പ്രതികരണവുമായിട്ട് എത്തിയത്. അപ്പോഴതിനെക്കാട്ടിലും വലിയ ഒരു തരത്തിലേക്ക്, ഒരു വലിയ പ്രതലത്തിലേക്ക് കടന്നു. ജോസ് കെ മാണി ദുബായ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉടൻ പത്രസമ്മേളനം നടത്തി ഗംഭീരമായിട്ട് ഒരു തിരിച്ചുവരവ്. ഒരു 25 സെന്റ് ഭൂമി തലസ്ഥാനത്ത് കണ്ണായ സ്ഥലത്ത്, അതും ജല അതോറിറ്റിയുടെ ഭൂമി, അത് റോഷി അഗസ്റ്റിൻ അതേ വകുപ്പിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പാർട്ടിക്ക് കൈമാറാൻ തീരുമാനിക്കുകയാണ്. പാട്ടവ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ തുച്ഛമായ പാട്ടത്തിനാണ്. അതും കണ്ണായ ഭൂമി എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. തലസ്ഥാന നഗരിയിൽ വെള്ളയമ്പലത്ത് തന്നെ ഉള്ള ഇതിപ്പോൾ ധൃതി വെച്ച് ഇങ്ങനെ കൈമാറുന്നതിന് പിന്നിൽ ഒരു ഡീൽ അവിടെ നടന്നു. കാരണം ഒരു കാരണവശാലും വിട്ടുപോകരുത് കേരള കോൺഗ്രസ് LDF-ൽ നിന്ന് എന്നുള്ള ഒരു ഉറച്ച നിലപാടിൻ്റെ പുറത്താണ് CPM ആ ഒരു തീരുമാനമെടുത്തത്. ഇതിനെതിരെ വിമർശനം ഉയരുമെന്ന് അവർക്ക് തന്നെ അറിയാം. അത് വിമർശനം, അത് രാഷ്ട്രീയമല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കെ മാണിയെ പോലെ ഒരു വലിയ നേതാവിന് സ്ഥലം കൊടുക്കുന്നു, അതിൻ്റെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ കാണുമായിരിക്കും. അതൊക്കെ ചർച്ചയ്ക്ക് വരും തീർച്ചയായും. ശരി, ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ശ്രീ ജേക്കബ് ജോർജിൻ്റെ അഭിപ്രായത്തെ അതേപടി തന്നെ മുഖവിലേക്ക് എടുക്കുകയാണോ? ഒരു വിധത്തിൽ അത് ന്യായമാണെങ്കിലും ഇവിടെ വരുന്ന ഒരു പ്രശ്നം, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇപ്പം വലിയൊരു വൈതരണി കിടക്കുന്നത്, LDF-ലാണെങ്കിൽ LDF-ന് വേണ്ടി നീന്താൻ ഇറങ്ങിയാൽ മുങ്ങിച്ചാവും. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വെച്ച് ഞാൻ പറയുകയാണ്. അതേസമയം UDF-ന് വേണ്ടി ഇറങ്ങിയാൽ കാല് വലിച്ച് മുക്കി കൊല്ലും. ഈ രണ്ട് പ്രതിസന്ധികൾ അവർക്ക് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും വേണം താനും. അതിലേറ്റവും കൂടുതൽ സേഫ് ഇപ്പോൾ LDF-ൽ നിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ കിട്ടിയ സ്ഥലം ഒക്കെ വെച്ചിട്ട് നോക്കുമ്പം ഏതാണ്ട് AKI സെൻറ്റർ കഴിഞ്ഞാൽ നല്ല കണ്ണായ ഒരു സ്ഥലം തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ സ്ഥലം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഭവൻ്റെ ഒരു 150 മീറ്റർ ഇപ്പുറത്ത് മനോഹരമായ ഒരു സ്ഥലം കനകക്കുന്നിന് നേരെ എതിരെ ഒക്കെ കിട്ടുന്നത് വളരെ നല്ലതാണ്. ഇതൊരു അഴിമതിയല്ലേ സാർ? ഇത് ഒരു പാർട്ടിയെ ഒരു മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി സർക്കാർ ധൃതി പിടിച്ചു, അതും അതേ വകുപ്പിന്റെ മന്ത്രി അതേ പാർട്ടിയിലാണ്, റോഷി അഗസ്റ്റിൻ. ആ സമയം ഈ ഭൂമി എടുത്ത് ഇങ്ങനെ നൽകുക എന്ന് പറഞ്ഞാൽ KM മാണി സമാരാധനായ നേതാവാണ്, അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട്. പക്ഷേ അത് എന്തിന്റെ പേരിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരുടെയും കണ്ണു മൂടിക്കെട്ടാൻ പറ്റുകയില്ല. 2016 ശേഷം കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അത് അഴിമതി അല്ലാതാകുന്നു. നല്ലത് ചെയ്യുന്നത് ചിലപ്പോൾ അഴിമതിയാകുന്നു. കൊലപാതകം ചെയ്തവൻ ചിലപ്പോൾ രക്ഷപ്പെടുന്നു, നല്ലത് ചെയ്യുന്നവൻ ചിലപ്പോൾ ജയിലിലാകുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ വിരുദ്ധ വികാരത്തിൻ്റെ ഒരു കാരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തവണത്തെ ഇലക്ഷനിൽ, കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ചരിത്രപരമായി LDF-നെ വിജയിപ്പിക്കുന്നിടത്ത് ഇപ്പോൾ UDF-ന് വൻ നേട്ടം കൊടുത്തിരിക്കും. ഞാൻ ഈ മുങ്ങിച്ചാവെന്ന് പറഞ്ഞതിൻ്റെ കണക്കെന്തെന്നറിയാമോ? ഞാനത് കഴിഞ്ഞ തദ്ദേശഭരണത്തിൻ്റെ കണക്കൊന്ന് എടുത്ത് നോക്കി, തെരഞ്ഞെടുപ്പിൻ്റെ. അതിൽ ഇടുക്കിയിൽ ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും 100-ൽ 100 ഇപ്പോൾ അവർ പിടിച്ചിരിക്കുകയാണ്. 5 മണ്ഡലം അവരുടെ കയ്യിലായിരിക്കുന്നത്, UDF-ൻ്റെ കയ്യിലാണ്. അവിടെ 5000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമാണ് ഓരോ മണ്ഡലവും. വ്യത്യാസമുള്ളത് ഉടുമ്പൻചോല മാത്രമാണ്, അവിടെ 196 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനി കോട്ടയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോട്ടയം ഇതുപോലെ തന്നെ. ചങ്ങനാശ്ശേരിയിൽ ഒരു 1190, പാലായിൽ 2000 അടുപ്പിച്ച്. ബാക്കി എല്ലായിടത്തും കൂടുതലാണ്. കടത്തുരുത്തി ആണെങ്കിലും 3000 ഏറ്റുമാനൂരാണെങ്കിലും 3000 കൂടുതലാണ്, കാഞ്ഞിരപ്പള്ളി ആണെങ്കിലും 3000 കൂടുതലാണ്, 6000 കൂടുതലാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സേഫ് എന്ന് പറഞ്ഞൊരു സീറ്റ് ഇപ്പം ജോസ് കെ മാണിക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം ലീഗ് തിരുവമ്പാടി കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ ഇനി LDF വല്ല അവരുടെ കണ്ണൂരിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സീറ്റ്, രക്ഷപ്പെടുന്ന ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ ജോസ് കെ മാണിക്ക് വീണ്ടും നിയമസഭ കാണാൻ തന്നെ കഴിയുമോ എന്നുള്ളത് വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ LDF-നേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട താവളം ഇല്ലേ, അത് UDF ആണ് എന്നുള്ള കണക്കുകൂട്ടൽ വന്നിരുന്നു. അല്ലാതെ ശ്രീ ജേക്കബ് ജോർജ് പറയുന്ന പോലെ ഒരു സംസാരവും നടന്നിട്ടില്ല. ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ? ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, പിടിച്ച് നിർത്തി എന്നുള്ളത് വ്യക്തമാണ്. പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിടിച്ചു നിർത്തുകയില്ല, പകരം പോയാൽ വരുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് പറയുക മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ തനിയെ ഇങ്ങ് ചേർന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു പാരിതോഷികവും കൊടുത്തു. വളരെ മനോഹരമായ ഒരു പാരിതോഷികം, ഇന്ദിരാഭവനേക്കാൾ മനോഹരമായ ഒരു സൗധം കെട്ടിപ്പടുക്കുന്നതിന് അതിന് തൊട്ടടുത്ത് അതിനേക്കാൾ കുറച്ചുകൂടെ സിറ്റിക്ക് അടുത്ത് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തൽക്കാലത്തേക്ക് മുതലാക്കുക. പിന്നീട് എന്തായാലും അത് അവിടുത്തെ UDF-ൽ പോകുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇവിടെ കിട്ടുകയാണ്. അപ്പോൾ 12-ൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ
എന്തായാലും അവിടെ 15 വരെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം. ചിലപ്പോൾ കിട്ടിയേക്കാം. 12 ഉറപ്പാണ്. എനിക്കോട് 13 ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 13 കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അതെ. അപ്പോൾ 13 ഉറപ്പാണ്. ചിലപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 15 വരെ എത്തിയേക്കാം. 15 വരെ കിട്ടിയേക്കാം. അതിലൊരു 5 ഇതുപോലത്തെ ഒരു 5 നിലനിർത്താൻ കിട്ടിയാൽ തന്നെ ഭാഗ്യമാണല്ലോ. മറ്റ് വലിയ ദോഷങ്ങളൊന്നും UDF അല്ല, കോൺഗ്രസും ലീഗും വാതിൽ അടച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. വിസ്മയം എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ, ജോസ് കെ മാണിയുടെ പാർട്ടി വരുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ അത് കോൺഗ്രസ് നേതാക്കൾ മാറ്റി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചതെന്ന്. പിന്നെ 25 സെന്റ് ഭൂമിയുടെ കാര്യത്തിൽ അതൊരു വലിയ ഈ ഒരു കൈക്കൂലി വിഷയമോ അഴിമതി വിഷയമോ എന്നോ ആക്കിയൊന്നും UDF നേതാക്കൾ പറയുന്നില്ല. പക്ഷേ VD സതീശൻ അതേക്കുറിച്ച് ചില വാചകങ്ങൾ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ കേൾക്കാം. VD സതീശന്റെ വാക്കുകളിലേക്ക്. അല്ല, ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ UDFന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നൊന്നും പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവർ ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എന്തായാലും KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം വേണം, അവിടെ നല്ല പഠനങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ശരി, ശ്രീ തൗഫീഖ് രാജൻ, ഇത് VD സതീശൻ എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത്? ഇതൊരു ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തുവാനായിട്ട് CPM നടത്തിയ ഒരു ഡീൽ, ആ ഒരു അർത്ഥത്തിൽ തന്നെ കാണാമല്ലോ, ഇല്ലേ? അല്പം പരിഹാസ ചുവയും ആ വാചകങ്ങളിലുണ്ട്. അല്ല മഞ്ജുഷ, ഇവിടെ വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങേക്ക് അടക്കം അറിയാം, UDF ഔദ്യോഗികമായി യാതൊരു തരത്തിലും അവരെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയാണ്, അങ്ങേക്കും എനിക്കും അറിയാം. ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് എം ഇന്നലെ വീണ്ടും അവർ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ ഒരു മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയാണ്. അവർ പരസ്യമായി ഇക്കാര്യത്തിന്റെ ഒരു നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ അവരുമായി കൂടുതൽ ഒരു ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യം ഒന്നും നിലവിലില്ല. അതേസമയം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞ അവരെ അബദ്ധത്തിലോ അല്ലെങ്കിൽ കുഴപ്പത്തിലോ ഒന്നും ആക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. അത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ശരി, അവർ UDF പ്രവേശനം ആഗ്രഹിക്കുന്നു എന്നുള്ള നിലപാട്, അത്തരത്തിലേക്കുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ, വളരെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയാൽ നേതൃത്വം അനിവാര്യമായ ആലോചനകൾ ആ വിഷയത്തിൽ നടത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങ് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ ഒരു ബൈറ്റ് അത് കേൾപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട 1-2 ചോദ്യങ്ങൾ കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതായത് ഈ KM മാണിയെ ശപിച്ചവർ തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം നൽകിയത് അത് സന്തോഷകരം തന്നെയാണ്. അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിലാണ് ആക്ഷേപിക്കാൻ ശ്രമിച്ചതെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. എന്റെ ചോദ്യം, ഈ നരകത്തിൽ വെന്തു മരിക്കുമെന്ന KM മാണിയെ ശപിച്ചവർ ആരാണ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. നരകതയിൽ വെന്തു മരിക്കുമെന്ന KM മാണിയെ ശപിച്ചവർ ആരാണ് എന്നുള്ള ചോദ്യം. അതിനിപ്പുറത്തേക്ക് കോഴമാണി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട KM മാണി സാറിനെ അപമാനിക്കാൻ ശ്രമിച്ചവർ ആരാണ് എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നോട്ടിനെ പ്രസവിക്കുന്ന യന്ത്രം ഇപ്പോഴും കരിങ്കോയിക്കലിലുണ്ട്, ആ തലവാട്ടിലുണ്ട്. ഇത് തന്നെയാണോ ഇപ്പോഴും CPM സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ നിലപാട്? ഇപ്പോഴും ഇത് തന്നെയാണോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. അന്ന് ബഡ്ജറ്റ് അടക്കം അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അന്ന് നിയമസഭയിൽ മാണി സാറിനെ അപമാനിച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ തെറ്റാണ് എന്ന ഏതെങ്കിലും ഒരു CPM നേതാവ് പറഞ്ഞിട്ടുണ്ട്? അന്ന് സഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് മന്ത്രിസഭയിൽ അടക്കമുണ്ട്. ആ ആളുകൾക്ക് അന്ന് തങ്ങൾ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളും ചെയ്തികളും ഒക്കെ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴാണ് വളരെ കൃത്യമാണ്. എന്താണ് ഇവിടെ എല്ലാ കാലഘട്ടത്തിലും കഴിഞ്ഞ 9.5 വർഷക്കാലമായി, ഇപ്പൊ 9.25 വർഷമാവുന്നു, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സമസ്ത മേഖലകളും തച്ചു തകർത്ത ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതാൻ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ട്രയൽ റണ്ണിൽ, അത് ഡിസംബർ മാസത്തിൽ നടന്ന ട്രയൽ റണ്ണിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പാലായിൽ ഉൾപ്പെടെ അത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇനി കേരള കോൺഗ്രസ് എം, ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, കേരള കോൺഗ്രസ് എം ഇനി വന്നാലും ശരി അവരില്ലെങ്കിലും ശരി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള 100 സീറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വെക്കുമ്പോൾ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് പറഞ്ഞത്? ഒരു രാഷ്ട്രീയ വിസ്മയം നടക്കാൻ പോകുന്നു, രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കും. ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് മനുഷ്യ.
ഇവിടെ അല്ലല്ല, വിസ്മയം എന്ന് പറയുന്നത് ജോസ് കെ മാണിയെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചർച്ചകളും നടന്നിട്ടുണ്ട്. താങ്കൾ ഇപ്പോഴും ഈ പഴയ ഈ 5 വർഷം മുൻപ് കോൺഗ്രസും UDF ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് ഈ കോഴമാണി എന്ന് വിളിച്ചത് ആരാണ്, നിയമസഭ തല്ലിപ്പൊളിച്ചത് ആരാണ്, ഇതൊക്കെയാണ് ഉന്നയിക്കുന്നത് ഇപ്പോഴും. അതിനേക്കാളൊക്കെ കാലം കടന്നുപോയി. CPM കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുകയും കേരള കോൺഗ്രസ് LDFിൽ സംതൃപ്തരാണെന്ന് പറയുകയും ചെയ്ത 5 വർഷങ്ങളാണ് കടന്നുപോയത്. ഇനി ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇനി തിരികെ ഇവരെ കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ KM മാണിക്ക് സ്മാരകം അനുവദിച്ചവർ തന്നെ KM മാണിയെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഇനി അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് CPMനെതിരെ സംസാരിക്കാൻ പറ്റുന്ന അതേ ആർജവം കേരള കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് കേരള കോൺഗ്രസ് തിരികെ വരും, അവരെ പ്രകോപിപ്പിക്കരുത് എന്നുള്ള ഒരു കൃത്യമായ നിലപാട് കോൺഗ്രസിനുണ്ട് ഇപ്പോഴും. മഞ്ജുഷ, ഒരു നിലപാടിന്റെയും ഒരു ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനമില്ല. ഞാൻ മഞ്ജുഷിനോട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർ UDF പ്രവേശനം, അതായത് കേരള കോൺഗ്രസ് ഔദ്യോഗികമായി UDF പ്രവേശനം ആഗ്രഹിക്കുന്നു എന്നുള്ള നിലപാട് വ്യക്തമാക്കിയാൽ അതിനെപ്പറ്റി ബന്ധപ്പെട്ട നേതൃത്വം ആലോചിക്കുകയും അനിവാര്യമായിട്ടുള്ള തീരുമാനം ആ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങ് ഈ ഘട്ടത്തിലടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളൂ. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ചോദ്യങ്ങൾ ആവർത്തിക്കാൻ തയ്യാറാവുന്നത്. ഇനി കേരള കോൺഗ്രസ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. ഇനി കേരള കോൺഗ്രസ് വന്നാലും ഇല്ലെങ്കിൽ, ഞാൻ മുൻപ് സൂചിപ്പിച്ചു 100+ ആണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തും. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെയാണ് ഇത്തരത്തിൽ മെച്ചപ്പെട്ട ഒരു മുന്നേറ്റം, മെച്ചപ്പെട്ട ഒരു പ്രകടനം അത് മധ്യ കേരളത്തിൽ അടക്കം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചത്. പാലാ നഗരസഭ അടക്കം ഒരു ഉജ്ജ്വല മുന്നേറ്റം നടത്തി പാലാ നഗരസഭയിൽ UDFന്റെ, കേരള കോൺഗ്രസ് ഇല്ലാത്ത UDFന്റെ ഒരു മുന്നണി അത് അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി കേരള കോൺഗ്രസ് ഉള്ളിടത്താണ് ഭരണമുള്ളത് എന്നുള്ളതാണ് പാർട്ടി ചെയർമാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോ അത് എന്താണ്? അത് വ്യക്തമായ ഒരു മാറ്റത്തിന്റെ സൂചനയല്ലേ? അത് വ്യക്തമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം. ഇല്ല, അത് അദ്ദേഹം മറ്റൊരു കോൺഗ്രസിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് ഉള്ളിടത്താണ് ഭരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ LDFിൽ ഉറച്ചു നിൽക്കുന്നു, അപ്പോൾ LDFിന്റെ കയ്യിലേക്കാണ് ഭരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ എവിടെയാണോ അവിടെ ഭരണം എന്നാണ്. ഞാൻ താങ്കളിലേക്ക് പറയാം. ഇപ്പോൾ ഷോൺ ജോർജ്, BJP നേതാവ്, ടെലിഫോണിലായി ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, ഇവിടെ കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നത് ജോസ് കെ മാണി വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തെളിയിച്ചതാണ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതായിരുന്നു ഇവരുടെ നിലപാട്. മറ്റൊരു കാര്യം ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞിരുന്നു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല, അത് ഒരു അഭ്യൂഹം പരന്നതാണ് എന്ന്. അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട് 100%. അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ആരിറങ്ങിയാലും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും റോഷി അഗസ്റ്റൻ, പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള MLA-മാർ അതിന് വിരുദ്ധമായി നിൽക്കുകയും അവരെ പിണറായിക്ക് കൂടെ നിർത്താൻ കഴിയുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒളിഞ്ഞുപോയ ഒരു മുന്നണി മാറ്റമാണ് അദ്ദേഹം പറഞ്ഞ. ഞാൻ ഇപ്പോഴും പറയുന്നു, ചർച്ച ഇപ്പോഴും, ഡിസ്കഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടുണ്ട്. അത് എന്താ ഇവർ ഈ കോൺഗ്രസിന്റെ കൃത്യമായ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അവർ നിലപാട് സ്വീകരിച്ചാൽ. പരസ്പരം ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ നാണക്കേടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ സ്വീകരിക്കാം. അപ്പൊ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഈ CPM CPMന്റെ കാര്യം പോട്ടെ, കാരണം അവര് മാണി സാറിനെതിരെ ഇത്രയേറെ ആരോപണം ഉന്നയിച്ച് തെരുവ് മുഴുവൻ, എന്തിനാ നിയമസഭ മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് പോലും യാതൊരു മടിയും ഇല്ലാതെ അവരെ സ്വീകരിച്ചു കൂടെ ഇരിക്കുന്നു. ഞാൻ പോട്ടെ, ഇനി വേറൊരു കാര്യം പറയാം, നിങ്ങൾ ആർക്കും അറിയാൻ മേലാത്തൊരു കാര്യം. മാണി സാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മിക്സഡ് എക്കണോമി ആണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് അധ്വാന വർഗ സിദ്ധാന്തം അതൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഒരു പക്ഷേ ജേക്കബ് സാറിന് അത് എപ്പോഴെങ്കിലും അത് വായിച്ചു നോക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ തുടക്കം, ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ലോകത്തിന് സ്വീകാര്യമല്ലാത്തതും പ്രാക്ടിക്കലും അല്ലാത്തതുമായ ഒരു ഇസമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാണി സാറിന്റെ അധ്വാന വർഗ സിദ്ധാന്തം തുടങ്ങുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് വന്നതുകൊണ്ട് കേരള കോൺഗ്രസ് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതല്ലാതെ കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു? ഇനി അവർ അവിടുന്ന് UDFിലേക്ക് എത്തിന്ന് വെച്ചു. ഇപ്പോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDFിലുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് വലിയ അസ്വസ്ഥതയാണ് ഇവര് വരുന്നതിന്. മാത്രമല്ല അവർക്ക്
അവർക്കുള്ള ഞാൻ പറഞ്ഞില്ല, കൃത്യമായി കുട്ടനാട് ഉൾപ്പെടെ 2 സീറ്റുകളുടെ ചർച്ചയുടെ തർക്കം മാത്രമേ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ മിനിഞ്ഞാന്ന് രാത്രി വരെ. അതാണ് ഇന്നലെ ആയപ്പോഴത്തേനും ഇതിങ്ങനെയൊക്കെ ആയത്. അത് റോഷിയുടെ ശക്തമായ എതിർപ്പ് കൊണ്ട് സംഭവിച്ചാണ്. ഇനി കേരള കോൺഗ്രസിൽ നിന്നും ജോസഫ് ഗ്രൂപ്പ് അവിടെ UDF-ലുണ്ട്. ഇനി ഇവരും കൂടെ UDF-ലേക്ക് ചെല്ലാന്നിരിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കോൺഗ്രസിന്റെ നേതാക്കളോട്, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുവാൻ. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. നമ്മുടെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റമൊക്കെ മാറ്റിയിട്ട് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസുകളെല്ലാം വലിച്ച് കോൺഗ്രസിൽ വെച്ചിട്ട് ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അത് കേരള കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പറയാൻ കഴിയും? നമുക്ക് രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോയാൽ മതി. അതുകൊണ്ട് ഇവർക്കൊക്കെ ഉച്ചക്കഞ്ച് രാഷ്ട്രീയം, വയറ്റിപ്പഴുപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, അധികാരം എന്നതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തെ ബാധിക്കുന്ന, അവനവന്റെ വിഭാഗങ്ങളെ ബാധിക്കുന്ന, എനിക്ക് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിനോട് വലിയ മതിപ്പാണ്. കാരണം അവർ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന് വേണ്ടി അവർ ശക്തമായി നിലകൊള്ളുന്നു. അവർ ഞങ്ങൾ മതമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയാൻ അവർക്കൊരു മടിയില്ല. പക്ഷേ ഷോൺ, ഇവിടെ തൗഫീഖ് രാജിനാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നത്. അദ്ദേഹം താങ്കളുടെ ആ ഒരു വെല്ലുവിളി അതിനുള്ള മറുപടി നൽകുന്നു. തൗഫീഖ്, ഷോൺ ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അത് BJP-യുടെ സ്ഥിരം തന്ത്രമാണ്. ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അടക്കം അത്തരത്തിലുള്ള ഒരു ചാപ്പ് കുത്താൻ, ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ കക്ഷിയാണ് എന്ന ലേബലിലാക്കാൻ വല്ലാത്ത പരിശ്രമം അവർ കഴിഞ്ഞ കുറെ കാലമായി. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യവും ഉന്നയിച്ചിരുന്നു, ഷോൺ ഉന്നയിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന് അനിവാര്യമായ തീരുമാനം ആവശ്യമായ ഘട്ടത്തിൽ UDF നേതൃത്വം കൈക്കൊള്ളും. അക്കാര്യത്തിൽ ഷോൺ ജോർജിന് ഏതായാലും ആശങ്ക വേണ്ട. അതിനപ്പുറത്തേക്ക് ഷോൺ ജോർജ് BJP-ക്കാരൻ മാത്രമല്ല, ആ വിഭാഗത്തിൽപ്പെടുന്ന ക്രൈസ്തവനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള 3 വർഷത്തിനിടയിൽ കേരള നിയമസഭയിൽ ചെറിയ സമരം പോലും നിങ്ങൾ നടത്തിയിട്ടില്ല. JB കോശി കമ്മീഷൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല. കക്ഷികളെല്ലാം മതേതര നിലപാടുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. UDF-ലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും അത് എല്ലാ കാലഘട്ടത്തിലും അതേതര നിലപാട് മുന്നോട്ട് വെച്ച് അതിൽ ഉറച്ചു നിന്നും മുന്നോട്ട് പോകുന്ന കക്ഷിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകട്ടെ എല്ലാ കാലത്തും അതേതര. ശരി, താങ്കൾ ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട് എന്ന്, അല്ലെ? ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ജോസ് കെ മാണിയെ UDF-ലേക്ക് എത്തിക്കാൻ, അത് താങ്കൾ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണോ? താങ്കളുടെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണോ അത്? ഇന്ന് ഈ നിമിഷം ഞാൻ അരമണിക്കൂർ മുമ്പ് മാണി ഗ്രൂപ്പിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവായിട്ട് ഞാൻ സംസാരിച്ചു. അവര് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം പറയാലോ, ഈ മതേതരത്വം എന്ന് പറയുമ്പോൾ പനി വരുമ്പോൾ പാരസ്റ്റമോൾ കഴിക്കുന്ന പോലെ 3 നേരം മതേതരത്വം എന്ന് പറഞ്ഞാൽ മതേതരത്വം ആവില്ല. മതേതരത്വം എന്താണെന്നൊക്കെ കേരളത്തിന് മനസ്സിലായി തുടങ്ങി. അത് UDF-ന് മനസ്സിലാവും. അത് പറ്റിയ ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടി, അത് പറ്റിയ ആളുകളാണ്. ഷോൺ, മറ്റൊരു കാര്യം, ഷോൺ, ഈ 25 സെന്റ് ഭൂമി അപ്പോൾ വെറുതെ ആകുമോ? ഈ ഭൂമി കൊടുക്കാമെന്നുള്ള ഈ വാഗ്ദാനം ഇത് വെറുതെ ആകുമെന്നാണോ താങ്കൾ കരുതുന്നത്? നിസ്സാരമല്ലല്ലോ ആ കാര്യം. KM മാണിക്ക് ഒരു സ്മാരകം വരികയാണ്. AKG സെന്റർ ഇത്ര കാലം AKG സെന്റർ എങ്ങനെയായിരുന്നു? AKG സ്മാരക മന്ദിരം എന്ന നിലയിൽ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസായിരുന്നു. ഇപ്പോ KM മാണി സ്മാരകം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് മാണി ഗ്രൂപ്പിന് ഒരു ഓഫീസ് അനുവദിച്ചു. അതാണ് ഇപ്പൊ അവിടെ KM മാണിയുടെ പേരിൽ ഒരു സ്മാരക ലൈബ്രറി ഉണ്ടാവും. AKG-യുടെ പേരിൽ AKG സെന്ററിലുള്ള പോലെ ഒരു സ്മാരക ലൈബ്രറി ഉണ്ടാവും. ബാക്കി സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസർ സർക്കാരിന്റെ ഖജനാവിന്റെ പണമെടുത്ത് സർക്കാരിന്റെ വസ്തു ലീസിന് കൊടുത്ത് മുന്നണി വിടാതിരിക്കാൻ വേണ്ടി, കേരള കോൺഗ്രസ് എമ്മിന് മുന്നണി വിടാതിരിക്കാൻ വേണ്ടി 10-25 കോടി രൂപ സർക്കാർ ചുമ്മാ കൊടുത്തു. അത്രേ ഉള്ളൂ. ഒന്ന് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമാവുകയല്ലേ അവിടെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന്? പക്ഷെ താങ്കൾ ഇപ്പോഴും പറയുകയാണ് ഇല്ല, ജോസ് കെ മാണി അറിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അല്ല, ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ബോധ്യം എന്നത് ജോസ് കെ മാണിയോ നേതൃത്വമോ ഇതിൻ്റെ അകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. ഷോൺ പറയുന്നത് ഇപ്പോഴും ഉണ്ടെന്നാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ വിവരമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ബോധ്യമായിരിക്കാം. തീർച്ചയായിട്ടും അത് പറയാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഞാൻ കണക്കാക്കുന്നത് കോൺഗ്രസിൻ്റെ BD സതീശൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന്. അതങ്ങനെയല്ലേ പറയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ജോസഫ് വാഴക്കൻ പറഞ്ഞു എൻ്റെ അറിവിലൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന്. അത് നേതാക്കന്മാർ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയേണ്ട കാര്യവുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കേരള കോൺഗ്രസിൽ ഇടതുപക്ഷം വിട്ടിട്ട് UDF-ലേക്ക് പോകണം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന
എന്ന് ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന ചിലർ, അത് ലോവർ സ്ട്രെയിറ്റായിലുള്ളവരാണ്. അവരിൽ ചിലർ കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തി. അത് കോൺഗ്രസിനകത്ത് വലിയ പ്രതീക്ഷ കൊടുത്തു. കാരണം കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലൊരു വലിയ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു നേട്ടമുണ്ടായി. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് പുതിയ മോഹങ്ങളുണ്ടായി, പുതിയ പ്രതീക്ഷകളുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വെട്ടിപ്പിടിക്കാനാവും എന്നൊരു പ്രതീക്ഷ നൽകത്തക്ക വണ്ണം വലിയൊരു വിജയമായിരുന്നു അത്. കേരളത്തിൽ രണ്ട് മുന്നണികൾ തമ്മിൽ നേരിട്ട് മത്സരിക്കുന്നു, രണ്ട് തുല്യ ശക്തികൾ ഇങ്ങനെ ഏറ്റുമുട്ടുന്നു. ആ ഒരു സ്ഥിതിവിശേഷം അത് പരമ്പരാഗതമായിട്ട് കേരള രാഷ്ട്രീയം രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുന്നത് മാതിരി രണ്ടായിട്ട് ചേരിതിരിയുന്നു എന്ന് വന്ന് കണ്ടപ്പോൾ അത് കോൺഗ്രസിന് പ്രതീക്ഷയുടെ മുകുളങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കേരള കോൺഗ്രസും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിന് ആക്കം കൂട്ടും. ജനങ്ങളുടെ മുമ്പിൽ ഇതാ കേരള കോൺഗ്രസും കൂടി UDF ചേർന്നിരിക്കുന്നു, നിയമസഭയിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു, അതൊരു വലിയ നേട്ടമാണ്. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയും. അതാണ് അപ്പോൾ ഈ റോഷി അഗസ്റ്റിന്റെയും MLA-മാരുടെയും നീക്കം, ചടുലമായ നീക്കം, അത് പൊളിച്ചു. CPM അത് അറിയുകയും ചെയ്തു. അങ്ങനെ അവരൊരു ഡീലുമായിട്ട് രംഗത്തെത്തി. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല മഞ്ജുഷ്. കാരണം ഞാൻ ആ ഒരു തിയറിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശരി ഷോൺ എന്തായാലും ജേക്കബ് ജോർജ് അതിൽ വിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് ഇപ്പോ കഴിഞ്ഞ 3 വർഷമായിട്ട് ഭരണത്തിൽ വെച്ചിരിക്കുന്ന AV കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന്, ഇതിനകത്ത് 222 കാര്യം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്നു. മാണി സാർ മരിച്ചിട്ട് എത്രയോ വർഷമായി? 6 വർഷത്തിന് മുകളിൽ, 6-7 വർഷമായി. ഈ 7 വർഷം അധികാരത്തിലിരുന്നത് CPM ആണ്. ഈ ഈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് 1 മാസം മുമ്പാണോ അദ്ദേഹത്തിന്റെ സ്മാരകം പണിയേണ്ടത്? അല്ല, എനിക്ക് മനസ്സിലാകാത്തെന്ന് ചോദിച്ചാൽ, അപ്പോ ഇതിന്റെ ഉദ്ദേശശുദ്ധി ഇതൊരു കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു എല്ലും കഷ്ടം എന്നും മാത്രമല്ല ഇതിനെ കരുതാൻ കഴിയുമോ നമുക്ക്? ഇത് ശരിക്കും മാണി സാറെ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചേ, ഇത്രയും കാലത്തിനിടയിൽ മാണി ഗ്രൂപ്പ് പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുകയാണ്. പാലാ മുനിസിപ്പാലിറ്റി ഈ നിമിഷം വരെയും പാലായിൽ മാണി സാറിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ, ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കാൻ ഈ നിമിഷം വരെ കഴിയാത്ത മാണി ഗ്രൂപ്പും മാണി ഗ്രൂപ്പിന്റെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മും ആണ് ഈ മാണി സാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ പോകുന്നത്. പാല അല്ലേ മാണി സാറിന്റെ മണ്ണ്? ആ മണ്ണിൽ ആ പാർട്ടി അധികാരത്തിരുന്നിട്ട്, മുനിസിപ്പാലിറ്റി അധികാരത്തിരുന്നിട്ട് ഒരു പ്രതിമ മാണി സാറിനെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. പണ്ട് യൂത്ത് ഫ്രണ്ട് ആ സ്ഥാപിച്ച ആള്, യൂത്ത് ഫ്രണ്ടിന്റെ ഒരു നേതാവാണ് മാണി സാറിന്റെ ഒരു പ്രതിമ ആ പാലായിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചത്. ആ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കരുത്, അയാളിപ്പോ ആ പാർട്ടിയിലില്ല. പാലായിൽ പാലായിൽ മാണി സാറിന് ഇവരൊക്കെ കൊടുത്ത അംഗീകാരം എന്ന് പറയാം. ഇപ്പോൾ LDF അതും നിവർത്തിച്ചു കൊടുക്കുന്ന ഈ സമയത്ത് ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട് എന്ന് താങ്കൾ എങ്ങനെ പറയും? കാരണം ഇതും വേണ്ടെന്ന് വെച്ച് ജോസ് കെ മാണി UDF-ലേക്ക് പോകുമോ? അല്ല, ജോസ് കെ മാണി UDF-ലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാണല്ലോ മന്ത്രിസഭാ യോഗം വരുന്നത്. ജോസ് കെ മാണിയെ പ്രതിരോധത്തിലാക്കി കളഞ്ഞ ഒരു വലിയ വിഷയം കൂടെ അതല്ലേ? അത് എങ്ങനെ ജോസ് കെ മാണി പ്രതിരോധത്തിലാക്കണമെന്ന് പിണറായിക്കും കേരള കോൺഗ്രസ് നേതാവ് റോഷിന്ന് നിങ്ങളൊരു കാര്യം ചോദിക്കുക. ഈ 2 ദിവസം കൊണ്ട് റോഷി അഗസ്റ്റിൻ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായി മാറി. പാർട്ടിയില് ഞാൻ അറിഞ്ഞതനുസരിച്ച് പാർട്ടിയിൽ 10 ജില്ലാ പ്രസിഡന്റുമാർ ഇന്ന് റോഷി അഗസ്റ്റിനൊപ്പമാണ്. ജോസ് കെ മാണിയുടെ കൂടെ 4 ജില്ലാ പ്രസിഡന്റുമാരേ ഉള്ളൂ. ജോസ് കെ മാണിയുടെ കൂടെ MLA-മാർ ആരുമില്ല. 5 MLA-മാരിൽ ആരും 3 പേര് LDF വിട്ട് പോകില്ല എന്നും അതിൽ 2 പേര് കൈപ്പത്തി ചിഹ്നത്തിൽ പോലും UDF-ൽ പോകണമെന്ന് ആഗ്രഹക്കാരുമാണ്. ഞാൻ പേര് പറഞ്ഞ് അവമാനിക്കുന്നില്ല. കൈപ്പത്തി ചിഹ്നത്തിലാണെങ്കിൽ പോലും UDF-ൽ പോകണം എന്ന അഭിപ്രായമുള്ളവരുമാണ്. പക്ഷേ ജോസ് കെ മാണി നടത്തിയ ചർച്ചകളിൽ ഇവരെ ആരെയും ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ള പരാതിയാണ് 5 MLA-മാർക്ക് ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും രസകരം. പക്ഷേ 2 MLA-മാർ എന്തായാലും ജോസ് കെ മാണിയുടെ നിലപാടിനൊപ്പമാണ്, UDF-ലേക്ക് പോകണം എന്നുള്ളതാണ്. 3 പേരല്ല, മന്ത്രി ഉൾപ്പെടെ. അതെ, 2 MLA-മാർ ജോസ് കെ മാണിയുടെ നിലപാടിനൊപ്പമാണ് UDF-ൽ പോകണം. കാരണം അല്ലെങ്കിൽ അവർ 2 പേരും 3-ാം സ്ഥാനത്ത് പോകുന്ന സാഹചര്യമാണ്. ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും, അത് നമുക്ക് പറയാമല്ലോ, ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും. അതെ, അങ്ങനെ അത് കറക്റ്റാണ്. ഞാൻ പേര് പറഞ്ഞ് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാറ്. അതാണ് യാഥാർത്ഥ്യം. ബാക്കി 3 പേരും ഇത് റോഷി അഗസ്റ്റിൻ നേതൃത്വം മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ 2 ദിവസം കൊണ്ട് തന്നെ വലിയ ധ്രുവീകരണം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊക്കെ പഴയ കേരള കോൺഗ്രസ്സുകാരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ബന്ധമുണ്ട്. 10 ജില്ലാ പ്രസിഡന്റുമാർ. ഞാൻ മാണി ഗ്രൂപ്പിന്റെ ഇന്ന് ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. 10 ജില്ലാ പ്രസിഡന്റുമാർ റോഷിയുടെ കൂടെയാണ്. വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയിലുള്ള വിവരമാണ് നമുക്ക്. ശരി ഷോൺ, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ മനസ്സിലാക്കിയതുപോലെ അല്ല അപ്പോൾ
അല്ല, കാര്യങ്ങൾ ഒരു പിളർപ്പിലേക്കാണ് ഇനി തീരുമാനം. പിളർപ്പാണെങ്കിൽ വരട്ടെ. ഇത് നമുക്ക് അങ്ങനത്തെ സ്റ്റേക്കൊന്നുമില്ല. എൻ്റെ മയ്യപ്പൻ്റെ വഴിയൊന്നുമില്ല കേരള കോൺഗ്രസ്. പക്ഷേ അതുകൊണ്ട് മഞ്ജുഷ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ രാഷ്ട്രീയം പറയുന്നു. ഞാൻ കേരള കോൺഗ്രസിനുള്ളിലെ വിവരങ്ങൾ താങ്കൾക്ക് കിട്ടുന്നതിൽ തെറ്റുപറ്റുന്നുണ്ടോ എന്നാണ്. അല്ല, ആർക്കാ തെറ്റുപറ്റുന്നുള്ളത് കാലം തെളിയിക്കട്ടെ. അതിനുള്ളിൽ ആളുകളുണ്ട്. അതെ, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ മനസ്സിലാക്കിയില്ലേ അല്ലേ മഞ്ജുഷ എനിക്ക് പറയാൻ പറ്റൂ. ഷോൺ മനസ്സിലാക്കിയത് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ഷോണിൻ്റെ അറിവ്, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് വെച്ച് അദ്ദേഹം പറയുന്നു. ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നു. എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം റോഷി അഗസ്റ്റിനും ജയരാജും ജോമോനും ജോസ് കെ മാണി ഇവർ ഒരു 3 നെടുന്തൂണുകളാണ് കേരള കോൺഗ്രസിൻ്റെ. അത് അതേപോലെ നിൽക്കുന്നു. മുമ്പും അങ്ങനെയായിരുന്നു. അതിനകത്തൊരു മാറ്റം ഉണ്ടായിട്ടില്ല, ഒരു ചാഞ്ചല്യവും ഉണ്ടായിട്ടില്ല മഞ്ജുഷേ. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പുറമേ അതുള്ളൂ, പുറമേ കാണിക്കുന്നു. നിങ്ങളുടെ പ്രസ് മീറ്റിലൊക്കെ അങ്ങനെയാണ് ഒരുമിച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ അകത്തൂടെ നോക്കിയാണ് കാണുന്നത്. കാരണം ഞാൻ അതിൻ്റെ കാരണം കൂടെ പറയാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് അവർ കഴിഞ്ഞപ്പോൾ അവർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട് മഞ്ജുഷേ. കെ എം മാണിയും ഇവരുടെ ജോസ് കെ മാണിയുടെ പാർട്ടിയും നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. അവർ തൗഫീഖ് പറയുന്ന പോലെ CPM നിന്നുണ്ടായ കളിയാക്കലുകളേക്കാൾ കൂടുതൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടായത്. അല്ലേ? CPM അവരെ കളിയാക്കി ഒരു പ്രതിപക്ഷ രാഷ്ട്രീയമാണത്. രാഷ്ട്രീയമുണ്ട്. പ്രതിപക്ഷ കക്ഷി എന്നതിലേക്ക് അന്ന് CPM അവരെ കളിയാക്കി നിയമസഭയിൽ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. കാരണം എന്താണ്? കാരണം ബാർക്കോഴ കേസ്. ആ ബാർക്കോഴ കേസ് രാഷ്ട്രീയമായിട്ട് ഉന്നയിച്ചു. അതിൻ്റെ പ്രഭവസ്ഥാനം എവിടെയാണ് മഞ്ജുഷ്? അത് പറ തൗഫീഖ്. അതായത് പിന്നിൽ നിന്ന് കുത്തിയത് കോൺഗ്രസ്സുകാരാണ്. അതാണല്ലോ എപ്പോഴും കേരള കോൺഗ്രസിലുള്ള പ്രശ്നം. എപ്പോഴും അവർ ഉന്നയിക്കുന്നത് അതാണ്. ഞങ്ങൾ പുറത്തു പോയവരല്ല, ഞങ്ങളെ പുറത്താക്കിയതെന്നാണ് എന്ന് പറയുന്നത്. പുറത്തു പോകാൻ നിർബന്ധിതരാക്കി എന്നാണ് റോഷി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനീഷ, അത് അവരുടെ റോഷി അഗസ്റ്റിന്റെ അടക്കമുള്ള ആളുകളുടെ വാദമാണ്. അത് പൂർണ്ണമായി ശരിവെക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് ഈ കേരള കോൺഗ്രസ് പൂർണ്ണ തൃപ്തരാണോ അല്ലയോ എന്നുള്ളത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള വാർത്തകളുണ്ട്. ഈ അടിസ്ഥാനപരമായി 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ കേരള കോൺഗ്രസ് പങ്കാളിയായിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ, ആ സർക്കാരിനെതിരെ കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളിൽ തന്നെ വലിയ രീതിയിൽ എതിർപ്പുണ്ടായി, വലിയ രീതിയിൽ ഒരു ധ്രുവീകരണം ഉണ്ടായി, വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടായി എന്നതിന്റെ തെളിവല്ലേ മഞ്ജുഷേ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ UDF വലിയ മുന്നേറ്റവും വലിയ മെച്ചപ്പെട്ട പ്രകടനവും നടത്താൻ സാധിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ അടിവരയിട്ട് പറയേണ്ട സാഹചര്യമില്ല. ഇവിടെ വളരെ കൃത്യമാണ്. എന്താണ്? കേരള കോൺഗ്രസ് എമ്മിലെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ UDF പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട്. UDF നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റിസൾട്ട് ശരിവെക്കുകയാണ്. സാധാരണ പ്രവർത്തകരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ കേഡർമാരുടെ മനസ്സ് അതെപ്പോഴും UDFനൊപ്പമാണ് എന്നത് ഈ ഘട്ടത്തിലൂടെ നമുക്ക് അടിവരയിട്ട് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിനോടൊപ്പം മഞ്ജുഷ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് കൂടി വ്യക്തത വരുത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ വിസ്മയം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിനെ മാത്രമാണ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ കടന്നുവരവ് മാത്രമാണ് എന്ന തരത്തിൽ അങ്ങ് ചിത്രീകരിക്കരുത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങളൊക്കെ അങ്ങ് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോവുകയല്ലേ. ഇവിടെ ഐഷ പോച്ചി CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. വനിതാ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. 3 തവണയിലധികം എന്റെ അറിവ് ശരിയാണെങ്കിൽ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിൽ എത്തിയ ആളാണ്. CPMന്റെ നിലപാടുകൾ, CPMന്റെ പ്രവർത്തികൾ, CPMന്റെ ചെയ്തികൾ, ജനദ്രോഹ നിലപാടുകൾ, സമീപനങ്ങൾ, ആ സമീപനങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് അവർ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക്, കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ CK ജാനുവിന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. PV അൻവറിന്റെ പാർട്ടി, ആ PV അൻവറിന്റെ അൻവറിന്റെ സഹപ്രവർത്തകരും ഒക്കെ കോൺഗ്രസിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ UDFനൊപ്പം എത്തുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലൊക്കെ അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞില്ല. നിങ്ങളല്ലേ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇവിടെ കേരളത്തിലെ പല രാഷ്ട്രീയ ഇന്ന് നിങ്ങളുടെ നേതാവ് ഈ ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾക്ക് മൗനി ബാബയെ എന്നിട്ട് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFും BJPയും മാറി ജമാഅത്ത് ഇസ്ലാമി എന്ന
100 വട്ടം മന്ത്രം ഉരുവിട്ടല്ലോ. എന്ത് റിസൾട്ടാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത്? എന്ത് റിസൾട്ടാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷവും അടക്കമുള്ള കേരളത്തിലെ ഷോൺ എന്താണ് ആര് പറഞ്ഞു എന്നാണ് ശരി തൗഫീഖ് ഒന്ന് നിർത്തൂ. നിങ്ങൾ ബഹളം വെക്കാതെ, ഇത് ഞാൻ പറഞ്ഞതല്ല, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല എന്ന് നിങ്ങളുടെ നേതാവ് പാണക്കാട് തങ്ങൾ ഇന്ന് പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞതല്ല. നിങ്ങൾ അത് പാണക്കാട് ഒന്ന് വിളിച്ചു ചോദിക്കുക അങ്ങനെ പറഞ്ഞു എന്നിട്ട് പറ. നമുക്ക് ഈ ചർച്ചയിലേക്ക് വന്നാൽ ഷോൺ, ജേക്കബ് ജോർജ് ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ, ഇതിൽ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഒക്കെ ഒരേ മനസ്സോടുകൂടി പാർട്ടിയിൽ നിൽക്കുന്നയാളാണ് എന്ന്. അദ്ദേഹത്തിന് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ഇത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള റീഡിംഗ് തെറ്റാറില്ല എന്നാണ്. കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് മുഴുവൻ ഭ്രാന്താണോ? കേരളത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മുഴുവൻ ഭ്രാന്താണോ? ഇവിടെ ഈ ചർച്ച സെൽഫ് ജനറേറ്റഡ് ആയിട്ട് ഇങ്ങനെ കഥ വരുന്നു, ആ കഥയുടെ പുറത്ത് ഇത്രയും വലിയ വിശദീകരണം കൊടുക്കുന്നു. ചർച്ച നടന്നു എന്നും അതിൽ പാളിച്ചകൾ സംഭവിച്ചു എന്നും ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ജേക്കബ് ജോർജ് മാത്രമാണോ അങ്ങനെ? ജേക്കബ് ജോർജ് എനിക്കും താങ്കൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഷോൺ ജോർജ് പറഞ്ഞതിനൊപ്പമാണ്. പക്ഷേ കേരള കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും പിളർപ്പും ചരിത്രം ഞാൻ പറഞ്ഞു, ഞാനൊരു 30 വർഷമായിട്ടെങ്കിലും ഞാനിത് കണ്ടോണ്ടിരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ കേരള കോൺഗ്രസിന് അറിയാവുന്ന ജേക്കബ് സാറ്, അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായി പറയുന്ന ഒരാളാണ്, ഗംഭീരമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. പിന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലും അദ്ദേഹം കേരള കോൺഗ്രസ് അനുഭാവിയാണെങ്കിൽ പോലും കേരള കോൺഗ്രസ് അനുഭാവി എന്ന നിലയിലല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങേറ്റം അദ്ദേഹം ഞാൻ പറയട്ടെ, ഞാൻ ജോസ് കെ മാണി എന്ന് വിളിക്കുമ്പോൾ ജോമോനെ എന്ന് വിളിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ വലിയ ആത്മബന്ധം ആ പാർട്ടിയോട് സൂക്ഷിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിലയിരുത്തലല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഇത് പിടരരുതേ. പൂഞ്ഞാറിലെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ, PC ജോർജ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നത് ജോർജ് ഊട്ടി എന്നാണ്, സ്നേഹപൂർവ്വം കേട്ടോ. ഞങ്ങൾ അത്രയ്ക്ക് വലിയ കൂട്ടാ. അല്ല, അതിന് എനിക്ക് അത്രയും സാറിനോട് ബഹുമാനമുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് സ്നേഹിക്കുന്ന ഏത് സാധാരണക്കാരനും ഇത് പിളരരുത് എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, സാർ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പിളരുമെന്ന് എനിക്ക് തോന്നലില്ല, അത് പിളരുമെന്ന് ഷോൺ ജോർജ്. അല്ല, പിളരാതിരിക്കും, അത് ഇനിയെങ്കിലും അത് ഇനി പിളർന്ന ഇല്ല സാറേ. ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ്സുകാരായിട്ട് ജനിച്ചവരാ, അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളില് ഈ പറയുന്ന നേതൃത്വങ്ങളോടും അവരുടെ ആശയങ്ങളോടും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു കാലത്ത് നമ്മുടെ മേഖലയും നമ്മുടെ നാടിനെയും നമ്മുടെ ജനവിഭാഗത്തെയും പ്രദാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, മന്നത്ത് പത്മനാഭൻ തിരുവുറത്ത് പേരിട്ട് നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ആഗ്രഹമുള്ളൊരു പഴയ കേരള കോൺഗ്രസ്സുകാരനാണ് ഞാൻ. അതുകൊണ്ട് പറയും ഇനി പിളർന്നാലില്ല. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ഏത് പക്ഷത്താണ്? ഇപ്പോൾ ഷോൺ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്കിതിനകത്ത് രണ്ടിലും കുറച്ച് സത്യമുണ്ട്. അതായത് നേരിട്ട് VD സതീശൻ ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ KPC നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ടോ മാണി ഗ്രൂപ്പുമായിട്ട്, ജോസ് കെ മാണിയുമായിട്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ സഭ വഴിയും അതിൻ്റെ ഏജൻറ്റുമാർ വഴിയും വേറെ ചില വ്യക്തികൾ വഴിയും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഷോൺ പറഞ്ഞത് സത്യം തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം രണ്ടാണ്. ഒന്ന്, UDFനകത്തേക്ക് മാണി ഗ്രൂപ്പ് വരുന്നെങ്കിൽ ഒരു ചെറിയ വിസ്മയമാണ് ഇലക്ഷന് മുമ്പായിട്ട്. ഇനി വന്നില്ലെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് താഴെ തട്ടിൽ, പ്രത്യേകിച്ച് ഒരു 25 മണ്ഡലങ്ങളിലെ ഇപ്പം 2 DCC അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളല്ലേ ഇപ്പം ഷോൺ ജോർജ് പറഞ്ഞു, അതിനേക്കാൾ കൂടുതലായി ഷോൺ പറഞ്ഞു 10 ജില്ലാ കമ്മിറ്റികൾ റോഷി വിഭാഗത്തിനൊപ്പവും 4 ജോസ് കെ മാണിക്കൊപ്പം വന്നു. ഞാൻ പറയുന്നത് ഒരു 25ഓളം പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്സിന് വലുതും ബേസുള്ള സ്ഥലങ്ങളിലെ മണ്ഡലം കമ്മിറ്റിയിലുള്ള ഭാരവാഹികൾ വരെ ഇപ്പോൾ അപ്പുറത്തേക്ക് UDFിലേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരിക്കലും ഈ മുറവിളി നിർത്തിക്കൊണ്ടിരിക്കില്ല. അവരിത് തലവല പോലെ തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് താഴെത്തട്ടിൽ പ്രവർത്തകരും അണികളും കോൺഗ്രസ്സിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ് ആ
കേരള കോൺഗ്രസ് മാണി വരുന്നതിന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ അവർ യോജിക്കുന്നില്ല. അവർക്ക് അത് വേണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് അവർ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ കുറേശ്ശെയായിട്ട് കോൺഗ്രസിലേക്ക് ചേർത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഇടുക്കി ആയാലും പത്തനംതിട്ട ആയാലും കോട്ടയം ആയാലും എറണാകുളം ആയാലും ആ പ്രദേശങ്ങളിലെ വോട്ടിംഗ് ട്രെൻഡ് നോക്കിയാൽ ഞാൻ നോക്കിയിട്ട് ഒരു 1-2 സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ LDFന് മേൽക്കോയ്മയുള്ളതില്ല. ഞാൻ പറഞ്ഞ ഉടുമ്പൻചോല എന്ന് പറഞ്ഞാൽ 196 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ 1190 വ്യത്യാസമാണ്. ആ 2 സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം 3000, 4000, 5000, 6000 UDF-ലേക്ക് പോകാൻ ഏറ്റവും വലിയ ആഗ്രഹമുള്ള MLA ചങ്ങനാശ്ശേരി MLA ജോൺ മൈക്കിളാണ്. അത് കൂടുതലായി വരാൻ വഴിയുള്ളൂ. കാരണം ഈ അസംബ്ലി ഇലക്ഷന് കുറച്ചുകൂടെ ടൈറ്റ് ഫൈറ്റ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭൂരിപക്ഷമൊക്കെ കൂടുതലല്ലാതെ കുറയുമോ എന്ന് നമുക്ക് സംശയമാണ്, പ്രത്യേകിച്ച് കോട്ടയത്തിലേക്ക്. MS വേണുഗോപാൽ, ഞാനൊരു കാര്യം പറയട്ടെ. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോട് പിണങ്ങി PT ചാക്കോയുടെ പേരിൽ ചാക്കോയോട് കോൺഗ്രസ്സുകാർ കാണിച്ച അനീതിക്കെതിരെ പടപുരുതി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്ന MLA-മാർ, കോൺഗ്രസ് MLA-മാർ തുടങ്ങിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. എന്നും കോൺഗ്രസ് വിരോധമുണ്ട്. അതുകൊണ്ട് പറയുന്നത് കേൾക്ക്, ഞാൻ പറയട്ടെ. ശരി സാർ പറയൂ. അതിൻ്റെ അകത്ത് അതിൻ്റെ അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത്, ദ ബേസിക് തോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് വിരോധമാണ്. അതാണ് ഈ മധ്യതിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് വരുന്നതിന് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ 5-ൽ 5, ആകെ 5 സീറ്റ്, ആ 5 സീറ്റും അതൊരു ക്രിസ്ത്യൻ ബെൽറ്റാണ്. അവിടെ 5-ൽ 5 സീറ്റും ഇടതുപക്ഷത്തിന് കിട്ടി. തിരുവല്ല, ആറന്മുള തുടങ്ങിയ പ്രദേശങ്ങളിലെ, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലെ 5 സീറ്റ് അതെങ്ങനെയാണ്? ഒരു കേരള കോൺഗ്രസും ഇല്ലായിരുന്നു. കാരണം ആ ബെൽറ്റ് ഒരു കേരള കോൺഗ്രസിൻ്റെ ബെൽറ്റാണ്. അവർ കേരള കോൺഗ്രസിനെതിരെ, UDF-നെതിരെ, കോൺഗ്രസിനെതിരെ ചിന്തിച്ചപ്പോൾ ഇടതുപക്ഷമാണ് അവർക്ക് ആശ്രയം. ഷോൺ ജോർജ് കേരള കോൺഗ്രസോട് പിണങ്ങി അദ്ദേഹം കോൺഗ്രസിലേക്കല്ല പോയത്, BJP-യിലേക്കാണ് പോയത്. എന്താ കാരണം? കോൺഗ്രസുമായിട്ട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എൻ്റെ തിയറിയാണത്. ഞാനത് ഞാൻ ഈ തിയറിയോട് യോജിക്കുന്നു. പക്ഷേ ഇത് കാലം കഴിഞ്ഞു പോയി സാറേ. കാരണം അന്നത്തെ ആൾക്കാരല്ല, അന്നത്തെ സാഹചര്യമല്ല, അന്നത്തെ തലമുറയല്ല എന്നുള്ളത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, CPM CPI 2ആയി. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ അവർ തമ്മിൽ വലിയ ശത്രുക്കളെ പോലെ നിന്നതാണ് CPM CPI. പക്ഷേ ഇന്ന് യോജിച്ച് പ്രവർത്തിക്കുന്നില്ലേ? അവർ വിഷമമില്ലല്ലോ. ആ പഴയ ചരിത്രം പോയി. പഴയ ചരിത്രം ഒരുപക്ഷെ സാറിനെ പോലെ എന്നെ പോലെയുള്ളവർക്കൊക്കെ കുറച്ച് ഓർമ്മ കാണും. അതായത് 2021 LDF-ന് വിസ്മയം കാണിക്കാൻ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായം കിട്ടി. പക്ഷേ ഇപ്പോൾ പാർട്ടി അണികൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. UDF ആണ് അവർക്ക് എന്താ പറയുക, അവരുടെ അടിസ്ഥാന മുന്നണി എന്ന് പറയുന്ന UDF ആണ് എന്നൊരു ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ആ ചിന്ത മനസ്സിലാക്കിയത് കൊണ്ടാണ് ജോസ് കെ മാണി പോലും അല്പം ഒരു മയത്തിൽ അങ്ങനെ അങ്ങോട്ട് ചായുന്നതിനെ കുറിച്ച് ആലോചിച്ചത് എന്നുള്ളതാണ് സത്യം. ആലോചന പൂർത്തിയാക്കാൻ അതുകൊണ്ട് എതിർപ്പോടെ വന്നു. ആലോചന പൂർത്തിയായിട്ട് അല്ല, കഴിഞ്ഞിട്ടില്ല, ചർച്ച കഴിഞ്ഞിട്ടില്ല. അല്ല, എന്നാലും പൂർത്തിയാക്കി പോകാൻ പറ്റില്ല. കാരണം 2 ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും. കാരണം 3 MLA-യും ഈ പറഞ്ഞ പോലെ 10 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ നിൽക്കുകയാണ്, ജില്ലാ പ്രസിഡന്റും ഒക്കെ നിൽക്കുകയാണെങ്കിൽ 2ലെയും കേരള കോൺഗ്രസ് M എന്നുള്ള ഔദ്യോഗിക പാർട്ടിയും എല്ലാം ഇവിടെ നിൽക്കും. അല്ല, ഇത് ഇവിടെ വന്നത് CPM-ന് കൃത്യമായ സ്ട്രാറ്റജിയാണ്. ആ തന്ത്രം ഫലിക്കുകയും ചെയ്തു. തന്ത്രം ഫലിച്ചു, താൽക്കാലികമായിട്ടെങ്കിലും അത് ഫലിച്ചു. ശ്രീ തൗഫീഖ്, ഇനിയൊരു പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ? ഇനി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണോ? ഇനി യാത്ര വരുന്നുണ്ടല്ലോ, യാത്രക്കിടയിൽ ഇനി രാഹുൽ ഗാന്ധിയും ചിലപ്പോൾ യാത്രയിലേക്ക് വന്നേക്കാം എന്നാണ്. അപ്പോൾ വിസ്മയത്തിന് ഇനിയും സമയമുണ്ട് എന്നാണോ? ഹലോ, ചോദ്യമെങ്കിൽ മഞ്ജുഷ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. UDF-ന്റെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കും. ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. യാത്രയ്ക്ക് ശേഷമാകട്ടെ, യാത്രയ്ക്ക് മുൻപാകട്ടെ, വലിയ മാറ്റങ്ങൾ, വലിയ മുന്നേറ്റങ്ങൾ, വലിയ വിസ്മയങ്ങൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കും. കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ വിധി എഴുതാൻ കാത്തു നിൽക്കുമ്പോൾ ഇവിടെ അങ്ങ് സൂചിപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഉണ്ടായി പല CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന, അല്ലെങ്കിൽ പല മുന്നണികൾ, അത് LDF-ൽ നിന്നാകട്ടെ, അത് NDA മുന്നണിയിൽ നിന്നാകട്ടെ, വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതിനെ എഴുതി തള്ളാൻ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ അടിമനയിച്ച് തന്നെ വ്യക്തമാക്കുന്നു, UDF രാഷ്ട്രീയ അടിത്തറ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിപുലീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെയും സംശയത്തിന്റെ ആവശ്യമില്ല. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, കേരള കോൺഗ്രസ് എമ്മുമായി നിലവിൽ ഇവിടെ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. ഒരുപക്ഷെ മഞ്ജുഷ, ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ഒരു വ്യക്തത വരുത്താൻ, ഇല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ആർക്കും ഇതാണ് സംഭവിച്ചത്
ഇങ്ങനെ സംഭവിച്ചു, ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു, ഇല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഔദ്യോഗികമായി സംസാരിച്ചു എന്നാരും ഇതുവരെ അഭിപ്രായപ്പെടുന്നില്ല. കാരണം അവർ UDF പ്രവേശനം ആഗ്രഹിക്കുന്നു എന്നുള്ള നിലപാട് അത് കേരള കോൺഗ്രസ് എം പാർട്ടി, അവരുടെ മുന്നണിയുടെ ചെയർമാൻ, അവരുടെ പാർട്ടിയുടെ ചെയർമാൻ ഔദ്യോഗികമായി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായാൽ, ആ സമയമുണ്ടായാൽ, ആ നേതൃത്വം അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയാൽ അനിവാര്യമായ ആലോചനകൾ നടത്തുന്നുള്ള കാര്യത്തിൽ സംശയത്തിന്റെ തർക്കത്തിന്റെ ആവശ്യമില്ല. മഞ്ജുഷിനോട് ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോ ഒരു സർക്കുലർ വന്നതിനെ പറ്റി, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ പോലും ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോ CPM നേതൃത്വം ഗൃഹസന്ദർശന പരിപാടിക്ക് ഒരു പെരുമാറ്റച്ചട്ടം സർക്കുലർ പുറപ്പെടുവിച്ച ഒരു സാഹചര്യമുണ്ട്. ആ സർക്കുലർ പറയുന്നത് ജനങ്ങളുമായി തർക്കിക്കരുത്, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ക്ഷമാപൂർവ്വം മറുപടി നൽകണം എന്നതടക്കമാണ്. എന്റെ മഞ്ജുഷ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. CPM-ന്റെ സർക്കുലർ കഴിഞ്ഞ 10 വർഷക്കാലം എങ്ങനെയാണ് CPM കേരളത്തിലെ ജനങ്ങളോട് പെരുമാറിയത് എന്നുള്ളത് സർക്കുലറിലൂടെ വ്യക്തമാണ്. അത് ജനങ്ങൾ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ജനങ്ങൾ ഇടയ്ക്ക് കയറി ജനങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കരുത്, പ്രതികരിക്കുന്നത് എന്ന് പറയുന്നത് ആ സാമാന്യ മര്യാദ CPM കാണിക്കാത്തത് കൊണ്ട് അധികാരം കിട്ടില്ല. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കടക്കുപുറത്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം അത് ഇടതുപക്ഷത്തിലെ അടക്കം കക്ഷികൾക്കുണ്ട്. അതുകൊണ്ടല്ല അധികാരം കിട്ടുമോ എന്നുള്ള സംശയം ഉള്ളത് കൊണ്ട് കൂടിയാണല്ലോ ഒരു പാർട്ടിയെയും പിടക്കാതെ കൊണ്ടുപോകുന്നത്. മഞ്ജുഷേ അതിനോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായി ഇപ്പൊ കേരള കോൺഗ്രസ് എം ആണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഇവിടെ പാലായിൽ ഉൾപ്പെടെ അങ്ങ് റിസൾട്ട് പരിശോധിച്ചതാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ വളരെ കൃത്യവും വ്യക്തമായി അങ്ങ് പരിശോധിച്ചതാണല്ലോ. അവിടെ കേരള കോൺഗ്രസിന്റെ ബേസ് വോട്ടുകൾ, കേരള കോൺഗ്രസിന്റെ കോർ വോട്ടുകൾ അത് കോൺഗ്രസിനാണ്, UDF-നാണ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അണികൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ചർച്ചകൾക്ക് നിങ്ങൾ ഇനി തലവെച്ച് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് ആത്മവിശ്വാസ കുറവുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മുന്നണി വിപുലീകരണവുമായി വീണ്ടും നടക്കുകയാണ് എന്ന്. മഞ്ജുഷ ഔദ്യോഗികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് തന്നെ എത്ര വട്ടം പറഞ്ഞു, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പരസ്യ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മുമായി നിലവിലൊരു ചർച്ചയ്ക്കുള്ള ശരി ഷോൺ ജോർജ്, ഈ 25 സെന്റ് ഭൂമിയുടെ കൈമാറ്റം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ജനങ്ങളുടെ നികുതി പണമാണ്, ജല അതോറിറ്റിയുടെ ഭൂമിയാണ്, അത് ജല അതോറിറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ റോഷി അഗസ്റ്റിൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം പാർട്ടിയുടെ നേതാവിനായിട്ട് ഇങ്ങനെ പാട്ടത്തിനായിട്ട് ഈ ഭൂമി നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ദഹിക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ടും ആരും ഇതൊരു വിഷയമായിട്ട് ഉന്നയിക്കാത്തതെന്ത്? BJP പോലും ഇത് വലിയ വിഷയമായിട്ട് ഉയർത്തിക്കാട്ടുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അത് KM മാണി ക്രൈസ്തവ ജനവിഭാഗത്തിൻ്റെ കൂടി ഒരു ആരാധനായ നേതാവാണ്. അതുകൊണ്ട് ഇത് വിഷയമാക്കേണ്ടതില്ല, അത് തിരിച്ചടിയാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണോ അങ്ങനെ വരുന്നത്? കോൺഗ്രസ് അതെന്തായാലും ഒരു വിഷയം ആക്കുകയില്ല, UDF-ഉം ആക്കുകയില്ല. BJP-ക്കും ഇതിൽ മടിയാണോ പേടിയാണോ? ഒരിക്കലുമില്ല. ഇപ്പൊ KM മാണി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് അത് BJP അത് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസാക്കി ഉപയോഗിക്കുമ്പോൾ BJP പറയേണ്ട അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ KM മാണി കേരളത്തിലെ ആരാധനായ ഒരു നേതാവാണ്. 50 വർഷക്കാലം കേരള നിയമസഭയെ പ്രതികരിച്ച വ്യക്തിയാണ്. ഒരു ജനവിഭാഗത്തെ പ്രദാനം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു മെമ്മോറിയൽ കേരളത്തിൽ എത്രയോ അങ്ങനെ മെമ്മോറിയൽസ് പണിതിരിക്കുന്നു. അവിടെ എല്ലാം സർക്കാരിന്റെ ഭൂമിയാണ് കൊടുത്തിട്ട്. എന്തിന് AKG സെന്റർ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് AKG മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പേരിലാണ്. അത് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. അത് സർക്കാർ കൈമാറിയതാണ്. അതുകൊണ്ടാണല്ലോ പുതിയ AKG സെന്റർ പണിത് അവർ മാറിയത്. എന്തെങ്കിലും ഒരു കാലത്ത് ഇത് വിഷയമാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണല്ലോ അവർ മാറിയത്. എനിക്കിപ്പോ അതല്ല പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചു, ഞങ്ങൾക്കുമായിട്ട് ചർച്ച നടത്താൻ അവർ ഓപ്പൺ ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ തയ്യാറാണ്. അവർ നിലപാട് സ്വീകരിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, നിങ്ങൾ അവരെ പുറത്താക്കിയതാണ്. ആ പുറത്താക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തു മാറ്റമാണ് വന്നിട്ടുള്ളത്? ഒന്ന്. രണ്ട്, അധികാരം എന്നതല്ലാതെ അതായത് നിങ്ങൾ അധികാരത്തിൽ വരില്ല എന്ന് ഇപ്പോഴും നിങ്ങൾ സംശയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എതിർത്തിട്ടും എറണാകുളവും കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും ഉൾപ്പെടെയുള്ള DCC-കൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടാണ്. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പരസ്യമായിട്ടാണ് പറഞ്ഞു കേട്ടോ, അവരെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യവുമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ താങ്കൾ സംസാരിച്ചില്ലല്ലോ. ഞാൻ ഉദാഹരണം പറയാം, വളരെ സിമ്പിൾ ആയിട്ട്. കോട്ടയത്ത് ഇപ്പോ UDF-ന് ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരിക്കുന്നു. UDF ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നു.
കോൺഗ്രസ് ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് പഞ്ചായത്ത് ഭരിക്കുന്നു. ഇതെല്ലാം കിട്ടിയത് ഈ മാണി ഗ്രൂപ്പ് കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. മാണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ 50% അല്ല, കോട്ടയം ജില്ലയിൽ 60% ഇതിന്റെ പങ്ക് അനുഭവിക്കുന്നത് മാണി ഗ്രൂപ്പ് ആയിരുന്നു. അവരില്ലാതെ, അവർ വോട്ടില്ലാതെ കോൺഗ്രസ് അത് നേടി നിൽക്കുന്ന സാഹചര്യത്തിൽ കോട്ടയത്തെ DCC ഇതിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഇവിടെ മുസ്ലിം ലീഗ് പാർട്ടി വിട്ടുപോയാൽ ശരിയാണ്, നഷ്ടമാണ് കോൺഗ്രസിന്, സംശയമില്ല, നഷ്ടമാണ്. പക്ഷെ മുസ്ലിം ലീഗ് പാർട്ടി വിട്ട് പോയിട്ട് മലപ്പുറം ജില്ലയില് ഇപ്പൊ നിങ്ങൾ ജയിപ്പിച്ച പോലെ 23 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസ് ജയിച്ചു നിൽക്കുന്ന സമയത്ത് പിന്നെ ലീഗ് വേണമെന്ന് കോൺഗ്രസ് പറയുമോ? അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാർത്ഥതയാണ്, അവരുടെ നിലനിൽപ്പാണ്. കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയതിന്റെ പേരിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അന്ന് മറുപടിയില്ല. ശരിയാണ് തൗഫീഖ്. അല്ല മഞ്ജുഷ, എവിടെയെങ്കിലും അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഔദ്യോഗികമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പുറത്താക്കിയതാണ്, അകത്താക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, എന്താണ് കേരള കോൺഗ്രസ് അത്തരത്തിൽ അവർക്ക് ഒരു മുന്നണി പ്രവേശനം, അതായത് കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഇടതു സർക്കാരിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഘട്ടം, ആ നിലപാട് അവർ സ്വീകരിച്ചാൽ അനിവാര്യമായ ആലോചനകൾ നടത്തി UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമുണ്ട്, അവർ അനുയോജ്യമായിട്ടുള്ള തീരുമാനമെടുക്കും. ഒട്ടേറെ ആളുകളുണ്ട് ഷോൺ ജോർജ്, മഞ്ജുഷ്, ഈ ഇടതു സർക്കാരിന്റെ ചെയ്തികൾ, ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും സമീപനങ്ങളിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകളുണ്ട്. അവർ ആ പാർട്ടി വിടാൻ, ആ മുന്നണി വിടാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടാവാം. ഒരു കാര്യം അടിവരയിട്ട് തന്നെ പറയുന്നു, കേരള കോൺഗ്രസ് എമ്മുമായി ഔദ്യോഗികമായി ഇന്നീ നിമിഷം വരെ ഒരു ചർച്ചയ്ക്ക് മുതിർന്നിട്ടില്ല. ആ ഘട്ടത്തിൽ അത് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തിനെതിരായി, LDFനെതിരായി ഒരു നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട UDF നേതൃത്വമുണ്ട്. ആ UDF നേതൃത്വം മറുപടി പറയും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ, എന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പത്തനംതിട്ടയാണ്, ഞാൻ അടൂരുകാരനാണ്, എന്റെ DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കോച്ചുപറമ്പിലാണ്, എന്റെ DCC ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയെന്നൊക്കെ ഷോൺ ജോർജ് ഏതാണ്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വന്നിരുന്നു, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞു പോകരുത്. ഒരു DCCയും കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടുള്ള മുന്നണി വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറയേണ്ട ആളുകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും UDF കൺവീനർ അടക്കമുള്ള ആളുകളാണ്. അവർ വളരെ കൃത്യവും വ്യക്തവുമായി ഈ വിഷയത്തിൽ അഭിപ്രായം. ശരി, ശ്രീ MS വേണുഗോപാൽ, ഇനി ഈ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുവാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആത്മവിശ്വാസക്കുറവുണ്ട് UDFന് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം വരും. തീർച്ചയായിട്ടും ആ വ്യാഖ്യാനം വരും. പക്ഷേ UDF ഒരു കാര്യം തുടരുമെന്ന് എനിക്ക് ഉറപ്പാണ്, ഞങ്ങൾ ആര് വന്നാലും സ്വീകരിക്കും എന്നുള്ള നയം തുടരും. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം താഴെത്തട്ടിലുള്ള മണ്ഡലം തലത്തിലുള്ള പ്രവർത്തകർ, വാർഡ് തലത്തിലുള്ള പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരൊക്കെ മാക്സിമം കോട്ടയത്തു നിന്നും ഇടുക്കിയിൽ നിന്നും എറണാകുളത്തു നിന്നുമൊക്കെ മാണി ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് പോരട്ടെ എന്നൊരു ആഗ്രഹത്തിൽ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും. വിസ്മയം, ഇപ്പോൾ മാണി ഗ്രൂപ്പ് അപ്പുറത്തോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വിസ്മയം ഇപ്പോൾ ഉണ്ടാകും. അതല്ലെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ എന്തായാലും ഈ വിസ്മയം ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ആ വോട്ടിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ആ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് 90 ദിവസം കൊണ്ട് മറിയാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. അതിനി പെട്ടെന്നുണ്ടാകുമോ എന്നെനിക്ക് സംശയം. അതാണ് പ്രശ്നം. കേരളത്തിൽ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്, ഒരു സ്വഭാവവും സംസ്കാരമൊക്കെയാണ്. അങ്ങനെ ഒരു 10 വർഷമായിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ CPM അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവൻ ഒരു കാരണവുമില്ല ശരി നാളെ മുതൽ ഞാൻ കോൺഗ്രസിലൂടെ പ്രവർത്തിക്കാൻ പോവുക, അല്ലെങ്കിൽ നാളെ ഞാൻ BJP പോവുക. മാർക്സിസ്റ്റുകാർ പോവില്ല സാറേ. അല്ല എങ്ങനെ കേരള കോൺഗ്രസിന് ആര് പറഞ്ഞു? ഇപ്പോഴെൻ്റെ അറിവ് ഈ 9.5 വർഷമായിട്ട് ഇടതുപക്ഷത്തിൽ ചേർന്ന് അവരുടെ കൂടെ ഇലക്ഷൻ പറക്കും, ഈ ഭിത്തി എഴുതാനും നോട്ടീസ് വിതരണം ചെയ്യാനും കുടുംബം ഒക്കെ നടന്നുകൊണ്ടിരുന്നവരൊക്കെ ഉണ്ടല്ലോ. ഒരു ഇടതുപക്ഷ ലൈനിൽ ആയി കഴിഞ്ഞിരിക്കുന്നു ഒരു വിഭാഗം. അതെ 5 വർഷം, അതെ 4.5 വർഷം, അതെ ഒരു വിഭാഗം അങ്ങനെ ആയിട്ടുണ്ട്. അത് എന്തുമാവാം. അതുകൊണ്ട് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് ചേരും എന്ന് വിചാരിച്ചുകൂടാ, UDFിലേക്ക് ചേരും എന്ന് വിചാരിച്ചുകൂടാ. അതല്ല, ശ്രീ ജോസ് കെ മാണി പറഞ്ഞതാണ് കേരള കോൺഗ്രസ് ഭരണം എവിടെയുണ്ടോ അവിടെ ഉണ്ടാവും എന്ന് പറയുന്നതിന് തുല്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണം കേരള കോൺഗ്രസ് ഉള്ളിടത്ത് ഭരണം ഉണ്ടായിരിക്കും. അത് തിരിച്ചു അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകും എന്നുള്ളതാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്ന് ചോദ്യം ഇതായിരുന്നു, ജോസ് കെ മാണിയെ CPM മെരുക്കിയോ? CPM മെരുക്കിയെന്ന് 89% പ്രേക്ഷകർ, ഇല്ല എന്ന് 8%. ഫൈൻഡ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.